ഹലോ ഗായ്സ്, ഇതിൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ കേട്ടോ. ഞാനൊരു നാനോപ്ലാസ്റ്റി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാട്ടോ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിട്ടൊരു 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫുൾ ഹെയർ പഴയ വേവി ടെക്സ്ചറിലേക്ക് മാറിയേ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ണലയുള്ള മോസ് ഹെയർ ബൈ രാജീവ് സലൂണിലാട്ടോ പോകണേ. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ തന്നെയാട്ടോ പോയത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവർ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തിട്ടാട്ടോ നാനോപ്ലാസ്റ്റി ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഹെയർ ഡ്രൈ ചെയ്യുവാണ് അവർ. ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഇവർ നാനോപ്ലാസ്റ്റിയുടെ ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ക്രീമെല്ലാം അപ്ലൈ ചെയ്തിട്ടിരിക്കുവാണ്. പിന്നെ ഒരു 1 അവർ കഴിഞ്ഞിട്ടേ അവരിനി സ്ട്രെയിറ്റനിങ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ നാനോപ്ലാസ്റ്റി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 7 to 8 മന്ത്സോളം എനിക്ക് ലോങ് ലാസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ നാനോപ്ലാസ്റ്റി ഒരു ലെസ് കെമിക്കൽ ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് ശേഷം നല്ലപോലെ ഹെയർ കെയറും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഹെയർ ലോസ്, ഹെയർ ഡാമേജ് ഒക്കെ ഉണ്ടാകും. ആഫ്റ്റർ 1 അവർ കഴിഞ്ഞിട്ട് അവർ ഫുൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുവാണേ. അപ്പം ഓരോ സെഗ്മെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ സെഗ്മെൻറ്റ് വൈസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത്. കാരണം ചില ഹെഡിൻ്റെ പോർഷൻസിൽ നല്ല വേദന ഇവരിങ്ങനെ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ വലിക്കുമ്പോൾ. ഇത് ഫുള്ളായിട്ട് 2 തവണയായിട്ട് ഇവർ സ്ട്രെയിറ്റനിങ് ചെയ്യും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുടി കിടക്കും, നല്ല രീതിയിൽ കിടക്കുമല്ലോ, നല്ല ഭംഗിയായി കിടക്കും എന്നാലോചിക്കുമ്പോൾ ഒരു സമാധാനം. പിന്നെ നമുക്കിനി ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാവട്ടെ എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നല്ല പറന്ന് ഭംഗിയായി കിടക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.